Ladies and gentlemen, welcome to Shamsi for Tech. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗായ്സ്. അതിൻ്റെ മുന്നം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് കാണാം. പിന്നെ സ്കിപ്പൊന്നും ചെയ്യരുത്. പിന്നെ പോയിട്ട് കമൻറ്റും ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ബെല്ല് ബട്ടൺ കണ്ട തല്ലിയാണ്ട് പൊളിക്കും. അപ്പം ഞാൻ വീഡിയോ അധികം ഞാൻ പറഞ്ഞാൽ ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പം എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ ഗായ്സ്. നമ്മളുടെ ടെക് ന്യൂസിലേക്ക് അടുക്കല്ല, ഷംസി ഫോർ ടെക് ന്യൂസിലേക്ക് പറയാൻ പോകുന്നത് ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ആണ്. വളരെ രസകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. മാർച്ച് 4 ആപ്പിളിൻ്റെ ഒരു ലൈവ് ഈവൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൽ കുറച്ച് സീരിയസുകളായിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ അവർ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ iPhone 17e ഇറങ്ങാൻ പോകുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചിട്ട് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കുറച്ചുകൂടെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്കിതിൽ പറയാനുള്ളത്. മാക്ബുക്ക് പ്രോ, മാക്ബുക്ക് എയർ, മാക്ബുക്ക് പ്രോ മാക്സ്, അതേപോലെ iMac സീരീസുകളൊക്കെ M5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് എൻ ഗ്രൗണ്ട് ബ്രേക്കിംഗ് കാര്യമാണ് ആ ഒരു അപ്ഡേറ്റ്. പിന്നെ അതേപോലെ തന്നെ iPadൻ്റെ M4 ചിപ്സെറ്റ് വെച്ചിട്ട് ഇറങ്ങാൻ പോകുന്നുണ്ട്. അതും എയറാണ് ഇറങ്ങാൻ പോകുന്നത്, മാക്ബുക്ക് എയർ അല്ല. iPad എയർ M4 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ആപ്പിളിൻ്റെ A18 ബയോണിക് ചിപ്സെറ്റ് വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം മാർച്ച് 4 വെയിറ്റ് ചെയ്യാം ആ ലൈവ് ഇവൻറ്റിന്. അപ്പോൾ അതൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ന്യൂസാണ്. പിന്നെ ഒരു പിഞ്ച് ഓഫ് റൂമർ, പിഞ്ച് ഓഫ് സോൾട്ട് എന്നുള്ള രീതികളിൽ നിങ്ങൾക്ക് ഈ ഒരു ന്യൂസ് അപ്ഡേറ്റ് എടുക്കാം. ഇനി എല്ലാ യൂറോപ്യൻ യൂണിയനുകളിലും ആപ്പിളിൻ്റെ ഡിവൈസുകൾ ഫിസിക്കൽ സിം ഊരിയിട്ട് അവർ ഇലക്ട്രോണിക് സിമ്മിലേക്ക് മാറാൻ പോവുകയാണെന്നാണ് പറയണത്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് എത്ര പരമസത്യമാണോ എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും അറിയില്ല. ഇതൊരു പിഞ്ച് ഓഫ് റൂമറാണ്. നിലവിൽ ഇത് സത്യമാണ്. നമ്മുടെ മിഡിൽ ഈസ്റ്റുകളിൽ യവന്മാരിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ സിമ്മാണ്. അതേപോലെ അമേരിക്കയിലും ഈ സിമ്മാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ ഒരു വീഡിയോകളിൽ പറഞ്ഞിരുന്നു, യവന്മാർ ഈ ഒരു അപ്ഡേറ്റ് പ്രോഗ്രസ് ആക്കണമെന്നുണ്ടെങ്കിൽ യവന്മാർ എല്ലാ കരിയേഴ്സിനായിട്ട് സംസാരിച്ചിട്ട് ആ രീതികളിലേക്ക് മാറണമെന്ന് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അത് നിലവിൽ യൂറോപ്പിൽ നടന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഗ്രേറ്റ് സൈൻ ഫോർ ആപ്പിൾ എന്നാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഒരു അപ്ഡേറ്റും കൂടെ പറയാണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഈ മാക്ബുക്ക് സീരീസുകളിൽ ഇനി പ്രിവസി ഫീച്ചർ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. പ്രിവസി ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീൻ ഓട്ടോമാറ്റിക്കായി ഹിഡൻ ചെയ്യും. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് വരാൻ പോകുന്നത് 2029 ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് റിപ്പോർട്ട് തന്നിരിക്കുന്നത് ഹിപ്സ്റ്റർ എന്ന് പറയുന്ന റിലയബിൾ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് തന്നിട്ടുള്ളത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേ കൊടുക്കുന്നത് ആരാന്നറിയോ? സാംസങ് ആണ് ഡിസ്പ്ലേ കൊടുക്കുന്നത്. അതും OLED ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിലവിൽ മിക്ക ആൾക്കാർക്കും അറിയാലോ, സാംസങ്ങിൻ്റെ ഗാലക്സി S26 അൾട്രയിൽ ഈ പ്രിവസി ഫീച്ചർ ഉള്ള കാര്യം അറിയാലോ. അതേപോലെ തന്നെ മാക്ബുക്ക് സീരീസുകളിലും 2029 ഇത് ലോഞ്ച് ചെയ്യും. അപ്പോൾ ഞാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്യാണ്. ഇത് 2029 ഇറങ്ങുന്നത്. ഇപ്പം നിലവിൽ 2026 ആയിട്ടുള്ളൂ. അപ്ഡേറ്റ് മുന്നേ പറഞ്ഞെന്ന് മാത്രം. എത്ര ആൾക്കാർക്ക് ഈ ഒരു അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം. വിവോൻ്റെ X300 FE എന്ന് പറയുന്ന സ്മാർട്ട് ഫോണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ്, പിന്നെ 6.3 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീന്, പിന്നെ 6500 mAh ബാറ്ററി, 90 വാട്ട്സ് ചാർജർ, 50 വാട്ട്സ് വയർലെസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റാം ആണെങ്കിൽ 12 GB റാമാണ്. സ്റ്റോറേജ് 256 GB 12 GB റാം വേരിയൻറ്റ് വെച്ചിട്ടായിരിക്കും ഇറങ്ങാം. വിവോൻ്റെ X300 FE. X300 സീരീസ് ഇസ് ഗ്രേറ്റ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി വരും. ഒരു അപ്ഡേറ്റ് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടിയാണ്. ഈ പ്രാവശ്യം വിവോൻ്റെ X300 സീരീസ് ക്യാമറ ഇസ് ഔട്ട് ഓഫ് ദ ബോക്സ് ആണെന്നുള്ളത്. അപ്പോൾ X300 FE എന്ന് പറയുന്നത് വേറെ ഒരു റേഞ്ചിലാണ്. പിന്നെ ഇത് സ്ക്രീൻ സൈസ് ചെറിയ സ്ക്രീൻ സൈസാണ്. 6.3 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീൻ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് വെച്ചിട്ട് ഇറങ്ങും. പിന്നെ LPDDR5X റാമോ ആയിട്ടായിരിക്കും ഇറങ്ങുക. പിന്നെ UFS ആണെങ്കിൽ 4.0 അല്ലെങ്കിൽ 4.1 ആയാലും നോ പ്രോബ്ലം. 4.0 ആണെങ്കിലും ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രോസ്പെക്ട് ഫോണും കൂടെയാണ്. അപ്പോൾ റെൻഡേഴ്സൊക്കെ ഞാൻ ഇതിലിടുന്നുണ്ട്, പോയിട്ട് കാണാം. ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ ഒരു ഫോൺ മേടിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോയിട്ട് മേടിക്കാം. പിന്നെ ഇതൊരു ഫൺ ടച്ച്
OS കൂടിയാണ്. അപ്പോൾ റിസൾട്ട്സ് OSൻ്റെ കാര്യത്തിലൊരു അപ്ഗ്രേഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടവർ പോയിട്ട് ഈ ഫോൺ പഠിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഫോൺ കണ്ടിട്ട്. ഇൻ ജനറലി ഇതിൻ്റെ ഒരു റെൻഡേഴ്സൊക്കെ കണ്ടിട്ട് എനിക്ക് ഈ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടു. പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 ആയതുകൊണ്ട് ഗ്രേറ്റ് പ്രോസ്പെക്ട് ഫോണും കൂടിയാണ്. പിന്നെ ക്യാമറ സെൻട്രിക് ഫോണും കൂടിയാണ് എന്നുള്ളത് അപ്ഡേറ്റ് എനിക്ക് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഷെയർ ചെയ്തു. ഗൂഗിൾ പിക്സലിൻ്റെ 10A ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ മാസമാണ് ലോഞ്ചിങ്. അടിപൊളി ഫോണാണെന്ന് എൻ്റെ ഒരു പ്രതീക്ഷ. സ്പെക്കിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇത് 6.3 ഇഞ്ചിൻ്റെ POLED ഡിസ്പ്ലേ ആണ്. 8 GB റാം, പിന്നെ 256 GB സ്റ്റോറേജ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഇറങ്ങുക. അല്ലെങ്കിൽ ഇത് 128 GB 8 GB റാം, അല്ലെങ്കിൽ 256 GB 8 GB റാം വെച്ചിട്ടായിരിക്കും ഇറങ്ങുക. പിന്നെ പോരാത്തതിന് ഇതിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 45 വാട്ട്സിൻ്റെ ചാർജറാണ്, അതും PD ചാർജിങ് ആണ്. 3.0 നമുക്ക് ഈവൻ ലാപ്ടോപ്പ് അടക്കം വരെ നമുക്കിതിൽ ചാർജ് ചെയ്യാം. ബാറ്ററി ബാക്കപ്പ് ആണെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റും ചെയ്തിട്ടുണ്ട്. 5100 mAh ബാറ്ററി ബാക്കപ്പ് ആണ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ബൈപ്പാസ് ചാർജിങ് ഉണ്ട്. ഞാൻ ബൈപ്പാസ് ചാർജിങ്ങിനെ കുറിച്ചിട്ടൊന്നും ഞാൻ കൂടുതലൊന്നും പറയണില്ല, മിക്കവർക്കും അറിയും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? പിന്നെ വയർലെസ് ചാർജിങ് ആണെങ്കിൽ 7.5 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഗൊറില്ല ഗ്ലാസിൻ്റെ 7i ആണ് ഡിസ്പ്ലേ ഉണ്ടാക്കിക്കണത്. ഗൊറില്ല ഭയങ്കര ടഫ് ഗ്ലാസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 8 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാമറ ആണെങ്കിൽ 48 മെഗാ ക്യാമറയും 13 മെഗാ അൾട്രാ വൈഡ് ആംഗിളും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ ആണെങ്കിൽ വരുന്നത് 13 മെഗാ മറ്റേ സെൽഫി ക്യാമറയാണ് വരുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം. മേടിക്കാൻ താല്പര്യമുണ്ട്. ആസ് യൂഷ്വൽ പറയുന്നത് പോലെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലാണ് എനിക്ക് ഡിവൈസ് കാണിച്ചു തരാൻ പറ്റുക. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ജൂസേ നമ്മളെ ചാനൽ വളരെ ചെറിയ ചാനലാണ്. കാരണം നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് വലിയ ചാനലിലേക്ക് ആക്കാൻ. പക്ഷേ ഇതുവരെ കാര്യമായിട്ടൊന്നും ഒരു റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ മൂവ് ഓൺ, അതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളാണ് അഭിപ്രായങ്ങൾ പറയേണ്ടത്. അത് നിങ്ങൾ പറയണില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തായാലും ചാനൽ മസ്റ്റ് ഗോ ഓൺ എന്നാണ് പറയുക. ഷോ മസ്റ്റ് ഗോ ഓൺ. പക്ഷെ ഫോണ് കിടായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ ചിപ്സെറ്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് ടെൻസറിൻ്റെ G4 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ അത് 6.3 ഇഞ്ചിൻ്റെ POLED ഡിസ്പ്ലേയും കൂടെയാണ് വരുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം. പോക്കോൻ്റെ X8 സീരീസ് 2 സ്മാർട്ട് ഫോണ് ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. പോക്കോൻ്റെ X8 Pro Maxും പോക്കോ X8 Pro എന്ന് പറയുന്ന സീരീസ് ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഇന്ത്യയിൽ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കുറച്ച് ആൾക്കാർ പറഞ്ഞിരുന്നു. പക്ഷെ എൻ്റെ അപ്ഡേറ്റിൽ ഇച്ചിരി ലേറ്റായി പോയി പറയാൻ. ഇനി പോക്കോ X8 Pro Maxൻ്റെ സ്പെക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് ഡിമെൻസിറ്റിൻ്റെ 9500S എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. LPDDR5X റാം, UFS ആണെങ്കിൽ 4.1 6.8 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ്. പിന്നെ ഇത് LTPS ഡിസ്പ്ലേ ആണ്, LTPO ഡിസ്പ്ലേ അല്ല. 8500 mAh ബാറ്ററി, 100 വാട്ട്സിൻ്റെ ചാർജറാണ് ഈ ഫോണിൽ വരാൻ പോകുന്നത്. പിന്നെ ഇത് IP69K റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. പിന്നെ പോരാത്തതിന് ഇതിന് 2 ക്യാമറകളാണ് ബാക്കിൽ വരുന്നത്. ഒന്ന് 50 MP ക്യാമറയും റെയർ ക്യാമറയും, പിന്നെ 8 മെഗാ പ്രൈമറി ക്യാമറ 8 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ഫേസിങ് സെൽഫി ആണെങ്കിൽ 20 മെഗാ സെൽഫിയാണ് വരുന്നത്. പിന്നെ UFS ആണെങ്കിൽ 4.1 ആണ് വരുന്നത്. പിന്നെ റാം ആണെങ്കിൽ LPDDR5Xൻ്റെ റാം, 12 GB റാമും പിന്നെ 256 GB സ്റ്റോറേജും വെച്ചിട്ടാണ് ഈ പോക്കോൻ്റെ X8 Pro Max എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ കളറ് ഇതിൽ മെൻഷൻ ചെയ്യുക, അവരുടെ ഒരു സിഗ്നേച്ചർ കളറുണ്ട് ഓറഞ്ച്, അതടക്കം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റെൻഡറും ഞാൻ ഇതിലിടാം. ഇനി അടുത്തത് നമുക്ക് പോക്കോ X8 Proനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒരു ഇടവേള. പോക്കോ X8 Proനെ കുറിച്ചിട്ട് പറയുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്, ചിപ്സെറ്റിലൊരു മാറ്റമുണ്ട്. പോക്കോ X8 Proയിൽ വരുമ്പോൾ ഡിമെൻസിറ്റിൻ്റെ 8500 അൾട്ര എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. LPDDR5X റാം, UFS ആണെങ്കിൽ 4.1,
പിന്നെ 6500 mAh ബാറ്ററി, 100 വാട്ട്സിൻ്റെ ചാർജറാണ് വരുന്നത്. പിന്നെ അത് 6.5 ഇഞ്ചിൻ്റെ ആമോലെഡ് സ്ക്രീൻ, 120 Hz റിഫ്രഷ് റേറ്റ്, LTPS ഡിസ്പ്ലേ ആണ്. പിന്നെ പിക്സൽ ഡിമ്മിങ് ഇതിലില്ല, പക്ഷെ പോക്കോൻ്റെ X8 Pro അൾട്രയിൽ 3840 Hz പിക്സൽ ഡിമ്മിങ് വരെ അതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടിലും ഇച്ചിരി ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോടത്ത് ഷെയർ ചെയ്യാനുള്ളത്. ഗ്രേറ്റ് പ്രോസ്പെക്ട് ഫോണും കൂടെയാണ്, കിടുക്കാച്ചി സ്മാർട്ട് ഫോണാണ്. ഇന്ത്യയിൽ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ ലോഞ്ച് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല മക്കളെ, ഓൺലൈനിൽ പോയിട്ട് ഓർഡർ ചെയ്തോ, വാല്യൂ ഫോർ മണി എന്നുള്ളൊരു സ്മാർട്ട് ഫോണും കൂടിയാണ്. ഇതൊരു ഗെയിമൊക്കെ കളിക്കാൻ പറ്റുക, അത്യാവശ്യത്തിനൊക്കെ ഒരു ഗെയിം കളിക്കാൻ പറ്റിയ ഒരു സ്മാർട്ട് ഫോണും കൂടെയാണ്. നിങ്ങൾക്ക് പബ്ജി, കോൾ ഓഫ് ഡ്യൂട്ടി മുതലായവയൊക്കെ നിങ്ങൾക്ക് 120 Hz കളിക്കാൻ പറ്റും. LTPSലാണ് കളിക്കാൻ പറ്റുക, LTPOയിലല്ല. അപ്പോൾ അതും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു ഫെബ്രുവരി മാസങ്ങളിൽ ഒരുപാട് സ്മാർട്ട് ഫോണുകൾ പറയാനുണ്ട്, ഒരുപാട് അപ്ഡേറ്റുകൾ പറയാനുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ഒന്ന് ലൈക്കും ചെയ്യുക, ഒന്ന് കമൻറ്റും ചെയ്യുക. പിന്നെ പോരാത്തതിന് പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം. ഇൻഫിനിക്സിൻ്റെ നോട്ട് എഡ്ജ് 5G ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഫെബ്രുവരി 25 അതിൻ്റെ ലോഞ്ചിങ്. ഇതൊരു നല്ലൊരു സ്മാർട്ട് ഫോണാണെന്ന് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത് ഡിമെൻസിറ്റിൻ്റെ 7100 ആണ് ഇതിൻ്റെ പ്രോസസ്സർ. LPDDR5X റാം, UFS 2.2, 256 GB, 8 GB റാം വേരിയൻറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ബൈപ്പാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. പിന്നെ 45 വാട്ട്സിൻ്റെ ചാർജറാണ് വരുന്നത്. 6500 mAh ബാറ്ററി, പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ്, പിന്നെ 6.7 ഇഞ്ചിൻ്റെ ആമോലെഡ് സ്ക്രീനാണ് ഇതിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഇതൊരു ഗ്രേറ്റ് പ്രോസ്പെക്റ്റും കൂടെയായിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്. പിന്നെ ഇതിൽ നമുക്ക് 2K വീഡിയോ റെക്കോർഡിങ്, നമുക്ക് 30 FPS നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോണാണ് നിങ്ങൾക്ക് ഓപ്റ്റേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ചോയ്സ് ഇസ് യുവേഴ്സ്. എന്നോട് സൈഡിൽ നിന്ന് പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്. ഫെബ്രുവരി 25 അവരൊരു പുതിയൊരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നുണ്ട്. ടെക്നോ പോവ കർവ് 2 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് ഇറങ്ങാൻ പോകുന്നത്. 4 സൈഡും കർവ് ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. ഡിമെൻസിറ്റിൻ്റെ 7100 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. LPDDR5X റാം, UFS ആണെങ്കിൽ 2.2, 8000 mAh ബാറ്ററി, പിന്നെ 45 വാട്ട്സിൻ്റെ ചാർജർ, പിന്നെ 6.7 ഇഞ്ചിൻ്റെ ആമോലെഡ് സ്ക്രീന്, 8 GB റാം, 256 GB വേരിയൻറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 144 Hz LTPS ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസും കാര്യങ്ങളും ഞാൻ റിവീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇച്ചിരി കൺഫ്യൂഷനാണ് ഈ ഫെബ്രുവരി 25 പുതിയ സ്മാർട്ട് ഫോണുകളൊക്കെ ഇറങ്ങുമ്പോൾ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ സ്മാർട്ട് ഫോൺ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ വീഡിയോ കാണാം. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പെക്ക്, അതിനനുസരിച്ചിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഞാൻ ഈ പറഞ്ഞ എല്ലാ സീരീസുകളും ഈ ഫെബ്രുവരി 25, 20, 23 ദിവസങ്ങളിൽ ഇതിൻ്റെ ലോഞ്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി മാർച്ചിലേക്കാണ് നിങ്ങൾക്ക് ലാപ്ടോപ്പ് മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ M5 സീരീസും ഇറങ്ങുന്നുണ്ട്. മേടിക്കാൻ ആഗ്രഹമുണ്ട് പോയിട്ട് മേടിക്കുക. പക്ഷേ ഇപ്രാവശ്യം ഒക്കത്തിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്. 30% പ്രൈസ് ഇൻക്രിമെൻറ്റ് കൂടിയിട്ടുണ്ട് ഡിവൈസുകൾക്ക് എന്നുള്ളത് അപ്ഡേറ്റ് എനിക്ക് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യണം. പറഞ്ഞേ പറ്റൂ. എങ്ങനെയെങ്കിലും നിങ്ങൾ ക്രെഡിറ്റ് കാർഡോ ടാബിയോ തമാര എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പൈസ സ്പെൻഡ് ചെയ്യുക ഡിവൈസിന്, അല്ലാണ്ട് വേറെ രക്ഷയല്ല. ഇപ്പോൾ ഷിയോമി 17 അൾട്രയുടെ പ്രൈസ് കൂട്ടിയിട്ടുണ്ട്. മുന്നേ നമുക്ക് 4699 എന്നുള്ള പ്രൈസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 4599 മാറിയിട്ടുണ്ട്. അതേപോലെ ലൈക്ക എഡിഷൻ്റെ 6500 പറഞ്ഞത്, ആ ഒരു റേഞ്ചിലേക്ക് ഇപ്പം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മിഡ് റേഞ്ച് സെഗ്മെൻറ്റ് ഫോണുകളും ഫ്ലാഗ്ഷിപ്പ് സീരീസുകളും 30% പ്രൈസ് ഇൻക്രിമെൻറ്റ് കൂടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്തേ പറ്റൂ ഗായ്സ്, ചെയ്തേ പറ്റൂ. ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മാറുകയാണ്. 2026 ഒരുപാട് ആൾക്കാരൊന്നും ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളൊന്നും മേടിക്കുന്നില്ല എന്നുള്ള അപ്ഡേറ്റ് വരെ ഇപ്പം നിലവിൽ വലിയ
ടീമുകൾ വരെ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം പ്രൈസ് ഇൻക്രിമെൻ്റ് കാരണം. പക്ഷെ എൻ്റെ ഇതിൽ ഇത് അപ്ഡേറ്റ് പറഞ്ഞേ പറ്റൂ, കാരണം അല്ലെങ്കിൽ ഈ ചാനൽ പൂട്ടിപ്പോകേണ്ടി വരിക. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക ഏത് സ്മാർട്ട് ഫോണാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. അപ്ഡേറ്റ് പറയാനുണ്ട്, ഹുവാവിക്കാരോടാണ് ഈ ഒരു അപ്ഡേറ്റ്. ഹുവാവിയുടെ ഫെബ്രുവരി 26 ഒരു ലൈവ് ഇവൻ്റ് നടക്കാൻ പോകുന്നുണ്ട്. അതിൽ 3 പ്രോഡക്ട്സുകൾ അവർ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഹുവാവിയുടെ ബാൻഡ് 11 പ്രോവും ഹുവാവിയുടെ ഒരു വാച്ച് ഉണ്ട്, ഈ GT റണ്ണർ 2 എന്ന് പറയുന്ന അത്ലറ്റിക്സിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു വാച്ച്. അത് ഫെബ്രുവരി 26 അതിൻ്റെ ലോഞ്ചിങ്. കിടുക്കാച്ചി പ്രോസ്പെക്റ്റ് വാച്ച് ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു ഓട്ടക്കാരൻ്റെ ഒരു കറുത്ത വർഗത്തിലുള്ളൊരു പഹൻ, അവൻ ഓടിയിട്ട് നമ്പർ 1 ആയ വ്യക്തിയാണ്. ഇപ്പോൾ അവനാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. അപ്പോൾ അവൻ ഈ ഒരു വാച്ചിനെ കുറിച്ചിട്ട് വർണ്ണിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യവന്മാരേത് ഗാർമിനെ വെല്ലുവിളിക്കുന്ന ഒരു രീതികളിലാണ് ഈ ഒരു വാച്ച് കൊണ്ടുവരാൻ പോകുന്നത്. ഗാർമിനാണ് കുറച്ച് കാലഘട്ടങ്ങളിൽ ഗാർമിനായിരുന്നു ഇപ്പം നമ്പർ 1. ഇപ്പം അതിനെ മറികടക്കാൻ വേണ്ടി യവന്മാർ നല്ല രീതികളിൽ ഇതിനെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ R&D ടീമുകൾ വേറെ ലെവൽ തന്നെ കേട്ടോ. ഹുവാവിക്കാർ അവരുടെ ഓരോ വാച്ചുകളും ഓരോ രീതികളിലും ഓരോ കസ്റ്റമറിന് എന്താണോ വേണ്ടത് ആ രീതികളിലാണ് വാച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. വാച്ച് 5 വരുമ്പോൾ നമുക്ക് ടച്ച് സെൻസർ കാര്യങ്ങൾ, സ്കിൻ ടെമ്പറേച്ചർ, ബ്രീത്തിങ് എക്സസൈസസ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. GT 6 വരുമ്പോൾ അതൊരു എൻറ്റയർലി ഒരു സൈക്കിൾ സെൻട്രിക് വാച്ചായിട്ട് മാറി. കാരണം അതിൽ നമുക്ക് സൈക്കിൾ ഡിറ്റക്ഷൻ, ഫോൾ ഡിറ്റക്ഷന്, സൈക്ലിംഗ് കോഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഗോൾഫ് ഓപ്ഷൻസ് എല്ലാം അതവർ കൊടുത്തിട്ടുണ്ട്. അൾട്ടിമേറ്റ് 2 വരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രോസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു വാച്ച്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് നമുക്ക് 150 അടി വെള്ളത്തിൽ പോവാം. പിന്നെ സോണാർ മെസ്സേജിങ്, പിന്നെ നമുക്ക് ലൈക്ക് ഒരു 60 മീറ്റർ നമുക്ക് SMS ചെയ്യാൻ പറ്റും, SOS മെസ്സേജ് ചെയ്യാം. അപ്പോൾ അവർ അങ്ങനെ ഒരു സെൻട്രിക് വാച്ചുകൾ ഓരോ സെക്ഷൻ ടു സെക്ഷനായിട്ട് വാച്ചുകൾ ഇപ്പോൾ ഹുവാവി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്രേറ്റ് പ്രോസ്പെക്റ്റ്, ഗ്രേറ്റ് കമ്പനി, ഒരു രക്ഷല്ല, ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് വാച്ച്. ഇനി GT റണ്ണർ 2 എങ്ങനെയായിരിക്കും എന്നുള്ളത് ആണ് എനിക്കറിയേണ്ടത്. ഫെബ്രുവരി 26 ഞാൻ ഇതിൻ്റെ ലൈവ് ഈവൻ്റ് കാണാൻ പോവുകയാണ്. കണ്ടിട്ട് ഞാനിതിൻ്റെ ഡീറ്റെയിലുകൾ പറയാം. എത്ര ദിവസം ബാറ്ററി ലൈഫ് ഉണ്ടാവും, എന്തായിരിക്കും ഇതിൻ്റെ കോഴ്സുകൾ യവന്മാർ ഇതിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, എന്തൊക്കെ ഇവർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് വാച്ച് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഐ ആം ജസ്റ്റ് വെയിറ്റ് ആൻഡ് സി എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വാട്സാപ്പിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഈ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ വാട്സാപ്പിൽ, ഇനി അതിൻ്റെ ഹിസ്റ്ററി റെക്കോർഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു അപ്ഡേറ്റ് ആണ്. ലാസ്റ്റ് 100 ഡേയ്സ്, ലാസ്റ്റ് 75 ഡേയ്സ്, ലാസ്റ്റ് 50 ഡേയ്സ്, ലാസ്റ്റ് 25 ഡേയ്സിൻ്റെ ഗ്രൂപ്പ് ഹിസ്റ്ററി മെസ്സേജസ് നമുക്ക് കാണാൻ പറ്റും. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആണ് എനിക്ക് അറിയേണ്ടത്. നല്ലൊരു അപ്ഡേറ്റ് ആണ്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണമെന്നാണ് പറയണത്. അപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ ഉള്ള ആൾക്കാർ ലാസ്റ്റിൽ ആരൊക്കെ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു, അല്ലെങ്കിൽ ആരൊക്കെ സംസാരിക്കാത്ത ആൾക്കാരുണ്ട്, മൂങ്ങന്മാരുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. വാട്സാപ്പിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ആ ഒരു അപ്ഡേറ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് ആണ് എനിക്ക് നിങ്ങളെ മുന്നിൽ പറയാനുള്ളത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റും കൂടിയാണ്. ജിയോൻ്റെ ഹോട്ട്സ്റ്റാർ ChatGPT-നായിട്ട് ഒരു ടൈപ്പ് ചെയ്തിട്ടുണ്ട്. AI ടൈപ്പാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഇനി നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണും, വല്ല സ്പോർട്സോ അല്ലെങ്കിൽ മ്യൂസിക്കോ മൂവിയോ എന്താണ് കാണുന്നത്, അത് AI മുഖേന നിങ്ങൾക്ക് കമാൻഡ് ചെയ്തിട്ട് ചാനൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഷംസി ഫോർ ടെക് എന്ന് പറയുന്ന ചാനലിൽ നിങ്ങൾക്ക് മലയാളത്തിൽ കമാൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചാനൽ നേരെ ഷംസി ഫോർ ടെക്കിലേക്ക് പോകും. ഏതാണ് നിങ്ങൾക്ക് ചാനൽ, ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ പറയുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ചെയ്യും. അത് ഇൻ കേസ് സ്പോർട്സിലും അങ്ങനെ തന്നെയാണ്, മൂവീസിലും അങ്ങനെ തന്നെയാണ്, ഡോക്യുമെൻ്ററികളിലും അങ്ങനെ തന്നെയാണ്.
ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പം എല്ലാ കാലഘട്ടവും ഇപ്പം AI മാറണം. ഇനി റിമോട്ടൊക്കെ ഏവന്മാർ റീപ്ലേസ് ചെയ്യുമെന്നാണ് സംശയം. പക്ഷെ ഇനി റിമോട്ടുകളിലും യവന്മാർ AI കൊണ്ടുവരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വോയിസ് കമാൻഡിങ്ങിൻ്റെ പകരം യവന്മാർ ഇനി ChatGPTയുടെ ലോഗൊക്കെ വെച്ചിട്ട് AI റിമോട്ടുകൾ കൊണ്ടുവരുമോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വലിയ വലിയ TV കഴിഞ്ഞ് കൊണ്ടുവരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രതീക്ഷയാണ് 2027 ഒക്കെ വരാൻ സാധ്യതകളുണ്ട് കേട്ടോ. പോസിബിലിറ്റീസ് നിയറാണ്. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ, ദാറ്റ്സ് ഇറ്റ്. ഇപ്പം കാലഘട്ടം മാറി മക്കളെ. ഇപ്പം എല്ലാം AI ആണ്. പരമാവധി എല്ലാവരും AI പഠിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്. ആര് കേൾക്കാൻ? ഞാൻ തൊള്ളട്ടിങ്ങനെ അലക്കാന്നല്ലാണ്ട് വേറെ എന്താ ഇപ്പോൾ പറയാം. കേൾക്കുന്ന ആൾക്കാർ പഠിച്ചോ, ദാറ്റ്സ് ഇറ്റ്. ഗൂഗിളിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്. ഗൂഗിൾ ഡീപ്പ് മൈൻഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. ഇതൊരു AI സോഫ്റ്റ്വെയറും കൂടിയാണ്. ഇത് ലിറിയ 3 എന്ന് പറയുന്ന ഒരു പുതിയ സോഫ്റ്റ്വെയറും കൂടിയാണ്. ഇനി നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ നമുക്കൊരു മ്യൂസിക് 30 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ AI ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് മ്യൂസിക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്താ ഞാൻ പറയണ്ടേ നിങ്ങളോട്? കാലഘട്ടം മാറി. 2026 AI ഒരു പ്രമുഖ കാലഘട്ടമായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക്കിനോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാമെന്നാണ്. കാരണം എനിക്ക് മ്യൂസിക്കിൻ്റെ ഒരു കലാവാസനമൊന്നും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഉള്ള ആൾക്കാർ ഒന്ന് ട്രൈ ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. മോട്ടറോളയുടെ എഡ്ജ് 70 ഫ്യൂഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ മാസമാണ് അതിൻ്റെ ലോഞ്ചിങ്. ഇത് സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 4 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. 68 വാട്ട്സിൻ്റെ ചാർജർ, 7000 mAh ബാറ്ററി, പിന്നെ 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യും. പിന്നെ IP69 റേറ്റിംഗ്, 6.7 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീൻ, 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, അതും LTPS ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് ആയിട്ടുള്ളൊരു ഫോണും കൂടിയാണ്. കഴിഞ്ഞ വർഷം ഇവരുടെ മോട്ടറോളയുടെ എഡ്ജ് 60 ഫ്യൂഷൻ വാസ് ഗ്രേറ്റ് ഫോണാണ്. ഇപ്രാവശ്യം മോട്ടറോളയുടെ എഡ്ജ് 70 ഫ്യൂഷൻ ഈസ് എ ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് ഫോണാണ്. പിന്നെ ഇതിൽ അവരുടെ പാൻഡോൺ ക്യാമറ ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രോസ്പെക്റ്റ്. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 4 വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ LPDDR 4X RAM UFS 2.2 ആയിരിക്കും. അല്ലെങ്കിൽ ഇത് 3.1 ആണെങ്കിലും ഇറ്റ്സ് വൈസ് വെർസ, ഇറ്റ്സ് എ ഗ്രേറ്റ് ഫോണാണ്. പിന്നെ ഇത് 1.5K റെസൊല്യൂഷനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഫെബ്രുവരി എന്ന് പറയുന്നത് വളരെ കൺഫ്യൂഷൻ കൂടിയ ഒരു മാസം കൂടിയാണ് സ്മാർട്ട് ഫോൺസിന്. അപ്പോൾ മോട്ടറോള എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ മോട്ടറോള എടുക്കാം. കാരണം മോട്ടറോളയിൽ പ്യുവർ ആൻഡ്രോയിഡാണ് സോഫ്റ്റ്വെയർ വരുന്നത്. അപ്ഡേറ്റ്സുകൾ ടൈം ടു ടൈം അപ്ഡേറ്റ്സ് കിട്ടും. പിന്നെ ബ്ലോട്ട്വെയറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ളവർ പോയിട്ട് എടുക്കാം. ലാസ്റ്റത്തെ ടെക് ന്യൂസിലേക്ക് കിടക്കുകയാണെങ്കിൽ ലാസ്റ്റത്തെ ടെക് ന്യൂസ് പറയാനുള്ളത് നമ്മുടെ ഷിയോമിൻ്റെ പാഡ് 8 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഫെബ്രുവരി 28 ലോഞ്ചിങ്. കിടുക്കാച്ച് ടാബ്ലറ്റും കൂടെയാണ്. ചിപ്സെറ്റിലേക്ക് വരുമ്പോൾ ഇത് സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 11.2 ഇഞ്ചിൻ്റെ LCD സ്ക്രീൻ, 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, അത് LTPS ഡിസ്പ്ലേ ആണ് വരുന്നത്. 12 GB റാമും 256 GB സ്റ്റോറേജ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ UFS ആണെങ്കിൽ 3.1 ആയിരിക്കും വരാം. പിന്നെ 9200 mAh ബാറ്ററി ബാക്കപ്പ് വെച്ച് വരുന്നുണ്ട്. പിന്നെ ഇത് ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സിസ്റ്റം വെച്ചിട്ടാണ് ഇത് ഇറങ്ങുന്നത്. പിന്നെ ബ്ലൂടൂത്ത് ആണെങ്കിൽ 5.4 557 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ 9200 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഈ ഒരു ടാബ്ലറ്റ് ഇറങ്ങാൻ പോകുന്നത്, ഷിയോമി പാഡ് 8. പിന്നെ എന്തെങ്കിലും വിട്ടുപോയോ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഇതിൻ്റെ സ്റ്റൈലസ്, പുതിയ സ്റ്റൈലസ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. എന്താണ്, ഫോക്കസ് പ്രോ സ്റ്റൈലസ് എന്തോ പേര് വെച്ചിട്ടാണ് ഇത് ഇറങ്ങുന്നത്. പിന്നെ ഡോൾബി അറ്റ്മോസ് ആണ്. പിന്നെ ഡോൾബി അറ്റ്മോസിനെ കുറിച്ചിട്ട് പിന്നെ വർണ്ണിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, കാരണം വേറെ ലെവല് സാധനം തന്നെയാണ്. പിന്നെ ഇത് ക്വാഡ് സ്പീക്കർ ആയിരിക്കും ഉണ്ടാവുക, 4 സ്പീക്കറും. അതും നമുക്ക് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യും. എന്ത്, ഡോൾബി അറ്റ്മോസ് വീഡിയോ ഇടുമ്പോൾ പിന്നെ അത് വേറെ ലെവലിൽ തന്നെ. പിന്നെ ഇത് 3.2K റെസൊല്യൂഷൻ വെച്ചിട്ടാണ് ഈ ഒരു
ടാബ്ലറ്റ് ഇറങ്ങുന്നത്. അതും 11 ഇഞ്ച് LCD സ്ക്രീനാണ്. വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇറ്റ്സ് ആൻഡ് വാല്യൂ ഫോർ മണി എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രൈസും കാര്യങ്ങളൊന്നും അവർ റിവീലൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ പാഡ് 8 Pro വരുമ്പോൾ എന്തായിരിക്കും കൊണ്ടുവരാമെന്നുള്ളത് ഞാൻ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ആണ്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എത്ര പേർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയണം, ഒന്ന് ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെയൊക്കെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.